ഹായ് ഹലോ എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്ലാസ്സുമായിട്ടല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഹിസ്റ്ററിയുടെ ഒരു PDF ആണ് നമ്മൾ തരാൻ പോകുന്നത്. ഈ PDF-നകത്ത് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി, LDC മെയിൻസ്, +2 ലെവൽ മെയിൻസുകാരെല്ലാം നോക്കാമെങ്കിൽ കാണുന്ന കുറച്ച് പോർഷൻസ് ആണ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്, മഹാത്മാഗാന്ധി, എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അതിനകത്ത് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇല്ല, ഈ ഒരു പോർഷനകത്ത് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബട്ട് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ്, ഫ്രീഡം സ്ട്രഗിള്, അതുപോലെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പാർട്ടീഷൻ ഉണ്ടല്ലോ, പാകിസ്ഥാൻ ഇന്ത്യ പാർട്ടീഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോർഷനിൽ. ആ ഒരു പോർഷനാണ് നമ്മൾ +2 ബേസ് ചെയ്തിട്ട് ഇന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നിങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ PDF ആയിട്ട് തരുന്നത്. ഹിസ്റ്ററി ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്തേക്കാം എന്ന് വിചാരിക്കേണ്ട. പിന്നെ ക്ലാസ് എടുത്ത് തരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വേറൊന്നുമല്ല, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഞാനിപ്പം ഹിസ്റ്ററി വന്നിട്ട് ക്ലാസ് എടുത്ത് തരാനായിട്ട് ഇറങ്ങാത്തത്. ഇനി അഥവാ നിങ്ങൾക്ക് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലാകുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ പോയിന്റ്സ് മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ ക്ലാസ് ആയിട്ട് തന്നെ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നോട്ട്സിനകത്ത് എന്താണ് പാർട്ടീഷന് കാരണം, ഇന്ത്യയും പാകിസ്ഥാനും പാർട്ടീഷൻ ആവാനുള്ള കാരണങ്ങളെ പറ്റിയിട്ട്, ഇതുപോലെ ലക്നൗ പാക്ട് അല്ലെങ്കിൽ അന്ന് ഫോം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട സഭകൾ, മീൻസ് ഹിന്ദു മഹാസഭ, മുസ്ലിം ലീഗിൻ്റെ ഫോർമേഷൻ, രാഷ്ട്രീയ സ്വയം സേവക് സംഘ, ആര്യ സമാജ്, അതുപോലെ ആ സമയത്തുണ്ടായിരുന്ന എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണ്ട പോയിന്റ്സ് പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ലാസ്റ്റായിട്ട് പറയുന്നത്, പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പാർട്ടീഷനിലേക്ക് നയിച്ച ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ക്യാബിനറ്റ് മിഷനെ പറ്റിയിട്ടും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ LDC മെയിൻസ്, +2 ലെവൽ മെയിൻസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ മെയിൻസ് ഒക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു 5 മാർക്ക് ഹിസ്റ്ററിയുടെ അവോയ്ഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഓരോ മാർക്കിനും ഇനി അങ്ങോട്ട് വിലയുണ്ട്. അപ്പോൾ ഇത്രയും നാളും പ്രിലിമിനറി എഴുതാൻ പോകുന്നവരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹിസ്റ്ററി അവോയ്ഡ് ചെയ്താലും സാരമില്ല, 5 മാർക്കല്ലേ ഉള്ളൂ എന്നായിരുന്നു. പക്ഷേ മെയിൻസ് എഴുതാൻ പോകുന്നവരോട് ഇനിയും പറയുന്നു, നമുക്ക് തന്നിട്ടുള്ള സിലബസിനകത്തെ ഓരോ പോയിന്റ്സും വൃത്തിയായിട്ട് പഠിച്ചിട്ട് ഹിസ്റ്ററിന്നോ ജോഗ്രഫിന്നോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നോക്കാതെ മാക്സിമം കട്ട് ഓഫ് ഒക്കെ കണ്ടല്ലോ, ചിലതിൻ്റെ എല്ലാം കട്ട് ഓഫ് 96 വരെ വരുന്നുണ്ട്. അപ്പോൾ കട്ട് ഓഫ് കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സാധ്യത കുറഞ്ഞു വരും. അതുകൊണ്ട് എല്ലാ മേഖലയും നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ യാതൊരു ടെൻഷനും കൂടാതെ നമുക്ക് ജോലിയിലേക്ക് കയറാനായിട്ട് പറ്റും. സോ എല്ലാവരും എല്ലാ മേഖലയും നന്നായിട്ട് പഠിക്കുക. അപ്പം ഹിസ്റ്ററി അവോയ്ഡ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷൻസിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാതിരിക്കുക വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, നമ്മൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലാസ് ആയിട്ട് കാണാം. ബൈ.